മക്കൾ രാവിലെ എണീറ്റ് വരുമ്പം കാണുന്ന കാഴ്ച അമ്മ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന 1-2 വർഷമൊന്നുമല്ല, 24 വർഷമായി. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അതിൻ്റെ അലർജിയൊക്കെ ആയിട്ട് എന്നും ജലദോഷമാണ്. ഇതെല്ലാം കണ്ടു വളരുന്ന പിള്ളേർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? മൂത്ത കൊച്ച് +2 ആയപ്പോഴേക്കും 4 പെൺമക്കളും കൂടി ഒരു വലിയ സംരംഭം വീട്ടിൽ തുടങ്ങുക. കുറച്ച് നാളുകളായിട്ട് ഈ കുടുംബത്തെ എനിക്കറിയാവുന്ന അമ്മയ്ക്ക് ഫുൾ സപ്പോർട്ടാണ് ഈ 4 മക്കളും. അമ്മ തയ്ക്കാൻ വേണ്ടിയിരിക്കുമ്പം ഒരാൾ വീട്ടിലെ പണികളൊക്കെ തീർക്കുന്നു, ബാക്കിയുള്ളവർ അമ്മയുടെ കൂടെ സ്റ്റിച്ചിങ്ങിന് ബട്ടൺസ് പിടിപ്പിക്കാനോ അങ്ങനത്തെ പണികളൊക്കെ ആയിട്ട് കൂടെ കാണുവേ. ഇവരുടെ പപ്പ കർഷകനാണ്, അതോടൊപ്പം തെങ്ങ് കയറാനും പോകുന്നുണ്ട്. ആ കുഞ്ഞു കൊച്ചും അപ്പനും അമ്മയും അങ്ങനെ 6 പേരടങ്ങുന്ന കുടുംബത്തിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തത്തിൽ ഡിവൈഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാവാം പപ്പായ്ക്കും അമ്മയ്ക്കും മക്കളെക്കുറിച്ച് യാതൊരു ടെൻഷനില്ലെന്ന് മാത്രമല്ല, വലിയൊരു കോൺഫിഡൻസും ഉണ്ട് അവരുടെ മുഖത്ത്. കുഞ്ഞു മക്കളുടെ വലിയ ഇനീഷ്യേറ്റീവിനെ കുറിച്ച് പറയട്ടെ. ഇവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ കുഞ്ഞു മക്കൾക്കുള്ള ഡ്രസ്സുകളും അതോടൊപ്പം മുതിർന്നവരുടെ ചുരിദാർ മെറ്റീരിയൽസുമാണ്. നമ്മുടെ കുഞ്ഞു വീഡിയോയിലൂടെ പരിചയപ്പെട്ട എറണാകുളത്തുള്ളൊരു ചേച്ചിയാട്ടോ ഇവരെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തേ. പപ്പായും മമ്മി അനിറ്റും കൂടെ പോയി കഴിഞ്ഞ ദിവസമാണ് ഇതെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നത്. നല്ല ക്വാളിറ്റി ഐറ്റംസ് ആട്ടോ. ഇന്നലെ രാവിലെ 7:30 ഞാനിവിടെ ചെന്നു, കാരണം എല്ലാവർക്കും ഇതെല്ലാം കാണിച്ചിട്ട് സ്കൂളിൽ പോകാനുള്ളതാണ്. തിന്നയിൽ അടുക്കി വെച്ച ഡ്രസ്സിൻ്റെ വീഡിയോ എടുത്തപ്പോഴേക്കും പറഞ്ഞു, ചേട്ടാ അകത്തും കൂടെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഓരോ ഡ്രസ്സുകൾ ഇവരെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വലിയ കാര്യങ്ങളൊക്കെ ഭാവി ചെയ്യാൻ പോകുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ആ കുഞ്ഞു മുഖങ്ങളിലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ തന്നെയല്ലേ മക്കൾ, ഇങ്ങനെയൊക്കെയല്ലേ ഒരു കുടുംബമായി തീരേണ്ടതും. പലയിടങ്ങളിലേക്ക് പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുമ്പം ഈ അനിറ്റും എൻ്റെ കൂടെ വരുമായിരുന്നു സംസാരിക്കാൻ. കുഞ്ഞു ഉത്തരവാദിത്തങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു കുടുംബത്തെ മക്കളെ ആക്റ്റീവാക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഈ വീഡിയോ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിന് അനിറ്റ് അമൽജ്യോതിയിലേക്ക് പോവാം. 3 മക്കളും അമ്മയും പപ്പായും കൂടി ആയിരിക്കും ഈ ബിസിനസ്സിനെ റൺ ചെയ്യുന്നത്. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പപ്പ വന്നു, അവരുടെ പ്രിയപ്പെട്ട പപ്പ. പറയണ്ടല്ലോ, മക്കൾ അച്ചടക്കത്തോടെ വളരുന്ന വീട്ടിൽ പപ്പാമാരുടെ റോൾ എന്താണെന്ന്. ഒത്തിരി ബഹുമാനത്തോടെയാണ് ആ അപ്പം വരുന്നത് ഞാൻ നോക്കി നിന്ന്. സ്നേഹം അതിനൊരു പ്രശ്നമുണ്ട്, കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അമ്മയുടെ കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടി മക്കൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളിത് വിജയിപ്പിച്ചിരിക്കും. പറയാൻ വേണ്ടി പറയുമല്ല, കല്യാൺ സിൽക്കിൽ കയറി ഇറങ്ങിയ അതേ ഒരു ഫീലിങ്. പ്രിയമുള്ളവരെ, ഇവരുടെ ബിസിനസ് നമ്മുടേതും കൂടെയാണ്. നമ്മളെല്ലാവരും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു സംഭവമായിട്ട് ഈ വീടും ഇവരുടെ ബിസിനസ്സും മാറും. ഇൻസ്റ്റാ പേജിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഈ അനിറ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാവും അന്നാറോസിൻ്റെ വീഡിയോയിലൂടെ. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും തുണിമാറി പപ്പായും പണിക്കിറങ്ങി. കാസർഗോഡ് ജില്ലയിലെ മാലോത്താണ് ഇവരുടെ വീട്. ജോബി ചേട്ടനും ജാസ്മി ചേച്ചിയും അവരുടെ 4 മക്കളും അടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി. അവരുടെ വലിയ ഇനിഷ്യേറ്റീവ് ഇനി നമ്മുടെ എല്ലാവരുടേതും കൂടി ആയി മാറുക. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരും വലിയ സ്വപ്നങ്ങളുള്ളവരും പരാജയപ്പെടാൻ പാടില്ല. 1 മാസം കഴിയുമ്പം ഒന്നുകൂടെ ഞാൻ ചെല്ലും, അറിയിക്കും ഇവരുടെ വലിയ വിശേഷം ലോകത്തെ. നിങ്ങളെല്ലാവരും കൂടെ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.